നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് ശശി തരൂർ വെട്ടിത്തുറന്നു പറഞ്ഞു. കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വമില്ല എന്ന് ശശി തരൂർ തുറന്നടിക്കുന്നു. വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർത്ത് വെല്ലുവിളിക്കുന്ന ശശി തരൂർ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ശശി തരൂർ BJPയിലേക്ക് എന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നു. കോൺഗ്രസ് പാർട്ടി കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമത് തവണയും LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ശശി തരൂർ തുറന്നടിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശശി തരൂർ പല തുറന്നുപറച്ചിലുകളും നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് കേരളത്തെ നടുക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വെട്ടിത്തുറന്നുള്ള പ്രസ്താവനകൾ. തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂർ അതിനുശേഷം തന്റെ ശ്രദ്ധ കേരളത്തിലേക്ക് തിരിക്കുമെന്ന് അന്ന് കേരളത്തിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. ശശി തരൂരിനൊപ്പം അന്ന് കോഴിക്കോട് MP MK രാഘവനെ പോലെയുള്ള തലമുതിർന്ന നേതാക്കളെ നമ്മൾ കണ്ടിരുന്നു. കേരളത്തിലെ അടുത്ത UDF സർക്കാരിനെ നയിക്കുക ശശി തരൂരായിരിക്കും എന്ന് ചില സൂചനകളും അക്കാലത്ത് മാധ്യമങ്ങൾ നൽകിയിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അന്ന് ശശി തരൂരിനെ പുകഴ്ത്തിപ്പാടി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അന്ന് ശശി തരൂരിനെ ചേർത്ത് പിടിച്ചിരുന്നു. കേരളത്തിൽ വരും നാളുകളിലെ നായകൻ എന്ന നിലയിലേക്ക് വളർന്ന ശശി തരൂർ തുടർന്ന് കോൺഗ്രസിനെ പരസ്യമായി വിമർശിക്കാനിറങ്ങി. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ തരൂരിനെതിരെ തിരിഞ്ഞു. വീണ്ടും തരൂർ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരുമായി ഏറ്റുമുട്ടിയ ശശി തരൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വിജയിച്ചു കയറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ശശി തരൂരിന്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണം എന്ന് അദ്ദേഹം രഹസ്യമായി പലയിടങ്ങളിലും പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലിത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അദ്ദേഹം ഇക്കഴിഞ്ഞയാഴ്ച നേരിൽ കണ്ടു. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നില്ല എങ്കിലും ശശി തരൂർ വ്യക്തമാക്കിയത് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുവെന്നാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു പാവയായി തന്നെ കിട്ടില്ല എന്ന് തരൂർ തുറന്നടിക്കുന്നു. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തരൂർ തുറന്നടിച്ചു. എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതരുത്. എൻ്റെ പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ ഒരു വഴിക്ക് ഒരു പ്രസംഗം നടത്താൻ ലോകമെമ്പാടുമുള്ള ക്ഷണങ്ങൾ എനിക്കുണ്ടെന്ന് തരൂർ പറഞ്ഞു. എന്നാൽ തരൂരിൻ്റെ വഴി വ്യത്യസ്തമാണ് എന്ന് തരൂരിനോട് അടുപ്പമുള്ളവർ പറയുന്നു. ഈ അടുത്ത കാലത്ത് LDF കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ചില രഹസ്യ ചർച്ചകൾ ഉയർന്നിരുന്നു. തരൂരിനെ CPMലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അക്കൂട്ടരുടെ ലക്ഷ്യം. എന്നാൽ അവർക്ക് മുന്നിൽ തരൂർ ഒരു ഡിമാൻഡ് വെച്ചു. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടണം. ഇതിനോട് CPMന് യോജിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ചില ഡൽഹി ചർച്ചകൾ. BJP തരൂരിനെ ഇങ്ങെടുക്കുന്നു എന്ന തലത്തിലാണിപ്പോൾ ദില്ലി ചർച്ചകൾ. 2024 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി BJP NDA ഉയർത്തിക്കാട്ടുന്നത് ശശി തരൂരിനെ ആയിരിക്കും എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാകുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നകന്ന് നേരെ BJP ക്യാമ്പിലേക്ക് എത്താൻ തരൂർ കരുക്കൾ നീക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്തുവരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള തൻ്റെ കൂടിക്കാഴ്ചയിൽ യാതൊരുവിധ തൃപ്തിയുമില്ല എന്ന് ശശി തരൂരിൻ്റെ പുതിയ പരാമർശങ്ങൾ ഉറപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ശശി തരൂരിൻ്റേത് എന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നു. എന്നാൽ നേതൃദാരിദ്ര്യമുള്ള കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തില്ല എന്ന സൂചനകൾ തന്നെ തുടർച്ചയായി തരൂർ നൽകുന്നു. മറുവശത്ത് LDF സർക്കാരിനെ പുകഴ്ത്തിപ്പാടിയ തരൂർ കേരളത്തിന്റെ വികസന മാതൃകയെക്കുറിച്ച് പുകഴ്ത്തിപ്പറയാനും മറന്നില്ല. കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തിരുവനന്തപുരത്ത് എനിക്ക് വോട്ട് ചെയ്തു. എൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ തിരുവനന്തപുരത്തുകാർക്ക് ഇഷ്ടമാണ്. ആ രീതിയിലുള്ള ഇടപെടലാണ് 2026 പാർട്ടിക്ക് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തമാണ് തരൂരിൻ്റെ വാക്കുകൾ. 2026 കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. താൻ നേതൃപദവിക്ക് അനുയോജ്യനാണ്. പല ഏജൻസികൾ നടത്തിയ സർവേകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് തരൂർ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് എൻ്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കൊപ്പം ഞാനുണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ വഴികളുണ്ട്, എനിക്ക് വേറെ വഴികളില്ല എന്ന് കരുതരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് തന്നെയാണ് തരൂർ പറയുന്നത്.
വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റുള്ളവരും തന്റെ അതേ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ട് എന്ന് നിരവധി പ്രവർത്തകർ കരുതുന്നുണ്ടെന്ന് ശശി തരൂർ തുറന്നടിച്ചു. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പുകഴ്ത്തി ലേഖനമെഴുതിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് ഇപ്പോൾ തരൂരിന്റെ ഈ പുതിയ ഭൂകമ്പങ്ങൾ. ഇത് കേരള രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നു. കോൺഗ്രസ് അടിമുടി അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് തരൂരിന്റെ ആക്രമണത്തിന് മുന്നിൽ. തരൂരിന്റെ പുതിയ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് എന്ന് AICC വൃത്തങ്ങൾ പറയുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ വർക്കിംഗ് കമ്മിറ്റിയിൽ തനിക്ക് തുടരണമെന്ന് പോലുമില്ല എന്ന് തരൂർ തുറന്നടിച്ചു. കേരളത്തിലെ LDF സർക്കാർ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനെ പുകഴ്ത്തിപ്പറഞ്ഞ് ശശി തരൂരിന് നേർക്ക് കോൺഗ്രസ് നേതാക്കളുടെ നിലയ്ക്കാത്ത ആക്രോശമുണ്ടായി. അതിനെ പരിഹസിച്ചു തള്ളുകയാണിപ്പോൾ തരൂർ. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ പാർട്ടി എന്തു ചെയ്തു എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളെ അമ്പരപ്പിച്ചു കളഞ്ഞു. തിരുവനന്തപുരം MP-ആയി 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള തൻ്റെ അവകാശത്തെ ജനങ്ങൾ പിന്തുണച്ചുവെന്ന് എനിക്കറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ നേട്ടങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നു. പാർട്ടിയോട് പ്രതിബദ്ധതയുള്ള ഒരു വോട്ടർമാരുടെ അടിത്തറ ആകർഷിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് തങ്ങളുടെ ആകർഷണം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ശശി തരൂർ തുറന്നടിക്കുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് അവരുടെ പ്രതിബദ്ധതയുള്ള വോട്ടടിത്തറ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ദേശീയ തലത്തിൽ നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് ഏകദേശം 19% നമ്മുടെ സ്വന്തം വോട്ടടിത്തറയിൽ നമുക്ക് കുഴപ്പം സംഭവിച്ചുവോ? 26-27% അധികമായി ലഭിച്ചാൽ മാത്രമേ നമുക്ക് അധികാരത്തിലെത്താൻ കഴിയൂ. അതുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളെ പിന്തുണയ്ക്കാത്തവരെ ആകർഷിക്കണം. അതിന് ഏത് നേതാവിന് കഴിയും? UDF-ലെ സഖ്യകക്ഷികൾ പോലും ഇക്കാര്യങ്ങൾ രഹസ്യമായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തരൂർ തുറന്നടിക്കുന്നു. അവരൊക്കെ നിരാശയിലാണ്. ഐക്യരാഷ്ട്രസഭയിലെ സേവനത്തിന് ശേഷം അമേരിക്കയിലെ സുഖകരമായ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിച്ചത് സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, കേരള പാർട്ടി നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർബന്ധപ്രകാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതും ഇപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിനെ പ്രശംസിച്ചതും പോലുള്ള തന്റെ പ്രസ്താവനകൾ സൃഷ്ടിച്ച വിവാദത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചു. രാജ്യത്തിന്റെയും കേരളത്തിന്റെയും പുരോഗതിയെക്കുറിച്ച് താൻ എപ്പോഴും നിർഭയമായി അഭിപ്രായങ്ങൾ പറയും. ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികളില്ല. എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വെട്ടിത്തുറന്ന് അഭിപ്രായം പറയും. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് എതിരാളികളായ സർക്കാരുകളോ പാർട്ടികളെയോ കുറിച്ച്, അവരുടെ നല്ല സംരംഭങ്ങളെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതിനൊന്നും ഇടമില്ല എന്ന് വെട്ടിത്തുറന്ന് പറയുന്ന ശശി തരൂർ പുതിയ പാത വെട്ടിയിട്ട് കഴിഞ്ഞു. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ സംഘടനാ സംവിധാനം അനിവാര്യമാണെന്ന് ശശി തരൂർ പറയുന്നു. 100 പേരുടെ ഒരു സംഘം മാത്രമാണ് വർക്കിംഗ് കമ്മിറ്റി. തന്നെ അംഗമാക്കിയതിനു ശേഷം എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തു. അവർ ഒരു പ്രത്യേക തീരുമാനമെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു മുറിക്കുള്ളിൽ 100 പേരുണ്ടാകും. അതിൽ സ്ഥിരം ക്ഷണിതാക്കൾ, പ്രത്യേക ക്ഷണിതാക്കൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, ജനറൽ സെക്രട്ടറിമാർ, ഇൻചാർജുകൾ, അങ്ങനെ ഒരുപാട് പേർ. ഇതൊരു വലിയ സമ്മേളനം പോലെയാണ്, ഒരു ചെറിയ കമ്മിറ്റിയല്ല. കൃത്യമാണ് ശശി തരൂരിൻ്റെ വിമർശനങ്ങൾ. വർക്കിംഗ് കമ്മിറ്റി പോലെ ഒരു വലിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഒരു മൂലയ്ക്ക് ഒതുക്കിക്കളയാം എന്ന് കോൺഗ്രസ് വ്യാമോഹിച്ചാൽ നടക്കില്ല എന്ന് ശശി തരൂർ പറയാതെ പറയുന്നു. കേരളത്തിലെ വ്യവസായ മാറ്റങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ എഴുതിയൊരു ലേഖനമായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ശശി തരൂർ ചിലതൊക്കെ തുറന്നെഴുതി. കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ പ്രശംസിച്ചു. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ് എന്ന് ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തെത്തിയതിനെയും അദ്ദേഹം പുകഴ്ത്തിപ്പാടി. തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കുരുപൊട്ടി. ഇത് ഇടതുപക്ഷം എടുത്താഘോഷിച്ചു. ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാൻ മിനക്കെടാത്ത ശശി തരൂരിന് നേരെ സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം തുടർന്നത്. ഏറ്റവും ഒടുവിലിത കോൺഗ്രസിൽ നിന്ന് മറ്റൊരു വഴി വെട്ടിത്തുറന്നുകൊണ്ട് ശശി തരൂർ പുറത്തേക്കിറങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.